ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാളെ നമ്മുടെ ആമിക്കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഫംഗ്ഷനാണ്, ആമിക്കുട്ടിയുടെ നൂലുകെട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ നമ്മളെ ഡ്രസ്സൊന്ന് ഓർഡർ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടി നമ്മൾ ഇലവന്തിട്ട വരെ പോവാണ് കേട്ടോ. അങ്ങനെ പോയി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തിരിച്ചു വരണം. കാരണം ഇപ്പോൾ ആമിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്കുണ്ടാക്കും. കാരണം പുള്ളിക്കാരി ഇങ്ങനെ ആളും ബഹളമൊക്കെ കണ്ട ഒരു മയത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല മഴ തുടങ്ങി കേട്ടോ. നാളെ മഴയായിരിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ മഴ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും എന്തേ കണ്ടില്ലേ, നല്ല ഇരുണ്ട് മൂടി കെട്ടിയൊക്കെ നിൽക്കുകയാണ്. നേരം കൊണ്ട് തന്നെ മഴ ഇങ്ങനെ ചാറിയിട്ട് തെന്നി തെറിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയമായിരുന്നുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അർജൻറ്റീനയുടെ ബ്രസീലിൻ്റെയൊക്കെ. വേറെ ടീമൊന്നും ഇവിടെ സ്പെയിനും പോർച്ചുഗലും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. വേറെ ഫ്ലെക്സ് ഒന്നും ഞാൻ നമ്മുടെ ജംഗ്ഷനിൽ കാണാറില്ല. പക്ഷേ അർജൻറ്റീനയുടെ ബ്രസീലിൻ്റെയൊക്കെ എല്ലാ ലോകകപ്പ് സമയത്തും വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട്, ബന്ധുക്കളൊക്കെ നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ജാനുമോള് ബേബിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ജാനുമോളുടെ ബേബിയാണ് ആമിക്കുട്ടൻ. അങ്ങനെ എല്ലാവരെയും കണ്ട് പുള്ളിക്കാരത്തി നല്ല മജ്ജ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സും പിന്നെ സ്റ്റേജും ഡെക്കറേഷനും ഒക്കെ നമ്മളൊരു പിങ്ക് തീമിലാണ്, പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ പിടിച്ചത്. ബേബി ഗേൾ ആയതുകൊണ്ട് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പകൽ ഈ ലൈറ്റിന് ഇത്രയും അട്രാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മുടെ ഫംഗ്ഷൻ പകലാണല്ലോ. അങ്ങനെ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെയിം റിവീലിംഗ് ബോർഡ്. അപ്പോൾ ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് വഴി ചെയ്യിപ്പിച്ചതാണ്. ഈ ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. അവരുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ നമ്മുടെ ഡ്രസ്സും അതുപോലുള്ള കാര്യങ്ങളെല്ലാം പിങ്ക് ആയതുകൊണ്ട് ബോർഡും അതുപോലെ തന്നെ പിങ്കിൽ ചെയ്യിപ്പിച്ചു. അങ്ങനെ നാളത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി. നമ്മുടെ ആമിക്കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഫംഗ്ഷനാണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷനുകളൊക്കെ വരട്ടെ, എല്ലാം നല്ല കളർഫുള്ളായിട്ടിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു കേട്ടോ. കാരണം എനിക്ക് നല്ല ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യം വീടിനകത്ത് വെച്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു ഒന്നാമതേ മഴയാണ്, പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെന്ന്. കാരണം നമ്മുടെ ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ളവരെയും വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൊല്ലത്തു നിന്നുള്ളവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിനകത്ത് കയറി തിക്കി തിരക്കി ആകെ ഒരു നമ്മുടെ ഒരു നല്ല ദിവസം ആകെ തെള്ളും പിടിക്കുക ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റേജൊക്കെ ഇട്ടു. അപ്പോൾ ആമിക്കുട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ ഇത്. ചേട്ടൻ കൊണ്ടാറ ഒരു ഷോപ്പിൽ നിന്ന്, വൈശാലി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചിരുന്നു. അവിടെ പോയിട്ട് നൂലുകെട്ടിൻ്റെ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആമിക്കുട്ടിക്ക് വേണ്ട എല്ലാ ഡ്രസ്സും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഡ്രസ്സുണ്ട്, അതുപോലെ തന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാൻറ്റീസ്, പിന്നെ ബൂട്ടി, തലയിൽ വെക്കാനുള്ള ഒരു ഹെയർ ബാൻഡ്, കയ്യിലിടാനുള്ള 2 ബാൻഡ്സ്, പിന്നെ ഒരു കറുത്ത ചരടും കരിവളയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു ബോക്സാണ് കേട്ടോ. ഇതിന് 1300 സംതിങ് എത്രയോ ആയിരുന്നു തോന്നുന്നു രൂപ ഇത് ഫുൾ സെറ്റിന്. അപ്പം നല്ല അടിപൊളിയായിട്ടില്ലേ. ഈ ഒരുപാട് ഡിസൈൻ കാണിച്ചായിരുന്നു കേട്ടോ. അതിലെനിക്ക് ഈ ഒരു പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ച് വണ്ണക്കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഓൾട്ടർ ചെയ്ത് അവളുടെ ഷേപ്പിലാക്കിയതാണ്. അങ്ങനെ രാത്രി ആയപ്പോഴും ഉറങ്ങാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ അവരുടെ അടുത്തൊരു ടോയ് കൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശരിക്കൊന്നും കാണാനൊന്നുള്ള പ്രായമൊന്നും ഇവർക്ക് ആയിട്ടില്ല. എല്ലാവരും പുകമറ പോലെ കാണത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞെങ്കിൽ ഞാൻ ചുമ്മാ രസത്തിനോടെ കൊണ്ടുവച്ചാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. വലിയ മാറ്റമൊന്നുമില്ല, മഴയാണ്. നല്ല ആകാശമൊക്കെ ഇരുണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആമിക്കുട്ടി രാവിലെ എഴുന്നേറ്റ് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ അവളെ എടുത്ത് കുറച്ച് സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ്. ഇനിയിപ്പോൾ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കണം. നമ്മൾ ഒത്തിരി വാശി കയറ്റാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാശിയായി പോവും. അങ്ങനെ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, എന്നും പുള്ളിക്കാരത്ത് കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ നേരത്തെ കുളിപ്പിച്ചതിൻ്റെ ഒരു വാശിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ രശ്മി ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളകാപ്പൻ ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങി ആകെ കുളമായി പോയതുകൊണ്ട് ഇതിന് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് രശ്മി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുഖമൊക്കെ ഓൾറെഡി ഇച്ചിരി നീരൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒരുങ്ങാനെ കൊണ്ട്. അപ്പോൾ ചേച്ചി ഒരുക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. മുഖമൊക്കെ ഒരുമാതിരി അങ്ങ് വല്ലാതായിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഡെലിവറി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന്. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ഏകദേശം 28 കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇടണമെന്ന് വിചാരിച്ചാൽ ലോങ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് ഷോർട്സൊക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി. നമ്മുടെ ലൈറ്റ് പകൽ വെളിച്ചത്തിൽ കണ്ടപ്പോഴും നല്ല അട്രാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ പകൽ വെളിച്ചമാണെങ്കിൽ നമ്മുടെ മഴയുടെ ഒരു മൂടാപ്പൂടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ലൈറ്റൊക്കെ നല്ല എഫക്റ്റായിട്ട്
നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയും വന്ന് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാം സെറ്റ് ചെയ്തു. നമ്മുടെ ചെയറുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നു. അപ്പോൾ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ എടുക്കാൻ ഏൽപ്പിച്ച് എൻ്റെ ഒരു ഇതിൽ അവരത് എടുക്കത്തില്ല എന്നുള്ളത് കൊണ്ട്, കാരണം എടുക്കത്തില്ല എന്നല്ല, അവരത് എടുത്തു തരും. പക്ഷെ ഞാനൊരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പോയി എല്ലാം എടുത്ത് തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് അങ്ങനെ എല്ലാവരും വന്നു. രാവിലെ തന്നെ നമ്മുടെ മഴയൊക്കെ കുറച്ചൊന്ന് ശമിച്ച് നിൽക്കുന്നത് കൊണ്ട് വലിയ ഒരു അലമ്പില്ല. അങ്ങനെ നമ്മുടെ ഫങ്ഷനൊക്കെ തുടങ്ങാറായിട്ട് പോവുകയാണ്. അപ്പോൾ കൊല്ലത്തു നിന്നൊക്കെ ഉള്ള ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. നമുക്ക് 11:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫംഗ്ഷന്. അങ്ങനെ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സന്ദീപ് ഏട്ടനായിട്ട് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്, നമ്മുടെ മാരേജിനും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിനും ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ കുറച്ച് പിക്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ എടുക്കണമെന്ന് അതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊല്ലത്തു നിന്നുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ പതിയെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ 2 കളർ ഷെയ്ഡായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തു കിട്ടും. കാരണം കുറച്ചൊക്കെ എൻ്റെ ഫോണിലെടുത്തതും പിന്നെ ബാക്കി നമ്മൾ സന്ദീപണ്ണനെ കൊണ്ട് എടുപ്പിച്ചതുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു കളർ ഷെയ്ഡിലൊരു ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും. അപ്പം ആമിക്കുട്ടിയുടെ അച്ഛൻ വീട്ടുകാർ, അമ്മ വീട്ടുകാർ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
നമ്മുടെ 28 സംഗാനകൊടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളിനി നെയിം റിലീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതെ നമ്മുടെ ഇത് ഇൻസ്റ്റഗ്രാമിലൊരു പേജ് വഴിയാണ് കേട്ടോ ഞാനിത് ചെയ്യിപ്പിച്ചത്. കറക്റ്റ് ടൈമിൽ നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിയുടെ ഒഫീഷ്യൽ നെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. പേര് നമസ്വി എം ദീപക്, വീട്ടിൽ ആമി എന്ന് വിളിക്കും. മോളുടെ പേര് നമസ്വി എം ദീപക് എന്നാണ്. ആമീന്ന് നമ്മൾ വീട്ടിൽ വിളിക്കും. ആമീന്ന് നേരത്തെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമസ്വി എന്നാണ് ഒഫീഷ്യലായിട്ട് ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ അതെ നമ്മുടെ 28 ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു ആ ഓർണമെൻറ്റ്സ് എല്ലാം കൂടി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് തന്നെ എല്ലാം അഴിച്ചു മാറ്റി കേട്ടോ. 28 കെട്ടിയ അരഞ്ഞാണം മാത്രം ഇട്ടിട്ട് ബാക്കിയെല്ലാം നമ്മൾ അപ്പോൾ തന്നെ അഴിച്ചു മാറ്റി. എന്നിട്ട് ഇനി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഞങ്ങളുടെ എടുക്കണം, പിന്നെ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഉടുപ്പ് ഇടിപ്പിക്കാം. നമ്മുടെ ഇപ്പോൾ വരെ നമ്മൾ സ്നഗ്ഗി ഇട്ടുകൊണ്ടാണല്ലോ ഫോട്ടോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇനി അമ്മക്കുട്ടിയുടെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഉടുപ്പിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരത്തി അത് ഇടാൻ സമ്മതിക്കത്തില്ല, അത് കഴിഞ്ഞ് ഇറിറ്റേഷൻ എടുത്തൊക്കെ കരയായിരിക്കുന്നത്. പക്ഷേ ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ വിളിച്ചുണർത്തി ആ ഒരു ഡ്രസ്സ് ഇടിപ്പിച്ചതിൻ്റെ ഒരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉടുപ്പ് നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല ലാഭമായിട്ടും തോന്നി. കാരണം വെച്ചാൽ ആ സെറ്റ് എല്ലാം കൂടെ ഉള്ളൊരു ഇത് 1150 രൂപ ഉള്ളായിരുന്നു ആ ഒരു എല്ലാ. അതിനകത്ത് തന്നെ നമ്മുടെ ഉടുപ്പും പാൻറ്റീസും അതുപോലെ തന്നെ കുഞ്ഞിന് കെട്ടാനുള്ള ചരട്, കാലിലെ ബൂട്ടീസ്, ഹെയർ ബാൻഡ്, കയ്യിലിടുന്ന സംഭവങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു നല്ല ഓപ്ഷനാണ്. ഒട്ടുമിക്ക കടകളിലും ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് കൊല്ലത്ത് കുണ്ടറ വൈശാലി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ മാമന്മാരൊക്കെ വന്ന് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. ഇപ്പോൾ 28 ദിവസമല്ലേ ആയുള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ രാത്രി ഭയങ്കരമായിട്ട് കരയും, പക്ഷേ ചില ദിവസം നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് പാല് കൊടുക്കുകയാണ്. ആമിക്കുട്ടിക്ക് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ഫോർമുല കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ പാലിനകത്ത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനകത്ത് എന്തോ ഒരു കണ്ടൻറ്റ് കുറവായിരുന്നു, ലാക്റ്റേറ്റോ അങ്ങനെ എന്തോ ഒരു കുറവായതുകൊണ്ട് നമ്മൾ ഫോർമുല കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് വയറ് നിറയുമെന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് ജനിച്ചപ്പോൾ മുതലേ കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം NICUലായിരുന്നു. അപ്പം അവിടുന്ന് അവരാണ് കൊടുത്തത്. ഐസ് മില്ലെന്നും പറഞ്ഞിട്ടൊരു പൊടിയായിരുന്നു കേട്ടോ കൊടുത്തത്. അങ്ങനെ അതും കുടിക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. നമ്മൾ ഗോകർണത്തിലൊക്കെയാണ് ആദ്യം കൊടുത്തത്. പിന്നീട് നമ്മളത് ഫീഡിങ് ബോട്ടിലേക്കൊക്കെ മാറ്റിയപ്പോൾ പുള്ളിക്കാരത്തി നല്ല ഉറക്കമാണ്. അങ്ങനെ നമ്മൾ അമ്മക്കുട്ടിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മളാണ് ഇവിടെ സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ആ വിരിക്കുന്ന ഷീറ്റൊക്കെ തീർന്നു പോയി. പിന്നെ അവസാനം നമ്മൾ പത്രപേപ്പറൊക്കെ വിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അമ്മിക്കുട്ടിയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ നടത്താനൊക്കെ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള എല്ലാ ഫംഗ്ഷനുകളും ഇതുപോലെ നല്ല മനോഹരമായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.